നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പാലക്കൽ ഭാഗത്തെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരത്തിനായി വ്യാഴാഴ്ച മുതൽ പാലക്കൽ ഭാഗത്തെ ബസ് സ്റ്റോപ്പുകൾക്ക് മാറ്റം. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. തലോർ പോത്തോട്ടുപറമ്പിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡർ ഇടിച്ചുകയറി അപകടം. വാർത്തകൾ വിശദമായി. ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. ദിനാചരണം മുൻ KPCC ട്രഷറർ KK കൊച്ചുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുൻ DCC വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി ഭദ്രദീപം കൊളുത്തി. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സിജോ ജോർജ്, സുനിൽ ലാലൂർ, KK അശോകൻ, KR സിദ്ധാർത്ഥൻ, K രാമചന്ദ്രൻ, ജോർജ് ആൻഡോ, VC സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ചേർപ്പ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ, ബസ് ഉടമസ്ഥരുടെ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുമരാമത്ത് വകുപ്പ് പ്രതിനിധികൾ, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂര്യ ശോഭി, പഞ്ചായത്ത് അംഗം ബൃന്ദ ദിനേശ്, ഇന്ദിര ജയകുമാർ എന്നിവർ പങ്കെടുത്തു. പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് മാറി പാലക്കൽ പള്ളിമതലിന്റെ ആരംഭ ഭാഗത്തും, പെരുമ്പിളിശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ മാർക്കറ്റ് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായി ഹോട്ടലിന് എതിർവശത്തും നിർത്തുന്നതിന് യോഗം ഐക്യകണ്ഠനെ അംഗീകരിച്ച് തീരുമാനിച്ചു. അമ്മാടം ഭാഗത്തു നിന്ന് വരുന്നതും അമ്മാടം ഭാഗത്തേക്ക് പോകുന്നതുമായ ബസ്സുകൾ ആളെ കയറ്റുന്നതിന് പാലക്കൽ ജംഗ്ഷനിൽ നിർത്തുന്നതിന് പകരം അമ്മാടം റോഡിൽ മാത്രം നിർത്തുന്നതിനും യോഗം തീരുമാനിച്ചു. നിലവിലുള്ള ഗതാഗത കുരുക്കിന് ചെറിയ ആശ്വാസം കണ്ടെത്താൻ ഈ മാറ്റത്തിന് സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ പറഞ്ഞു. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ വിശേഷ താന്ത്രിക കർമ്മങ്ങൾക്ക് ശേഷം എഴുന്നള്ളിപ്പും തുടർന്ന് പത്മശ്രീ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളവും നടന്നു. ഉച്ചയ്ക്ക് അന്നദാനത്തിലും നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ സനീഷ് മാടപ്പാട്ടിൽ, ബിനീഷ് പുന്നക്കിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗത്തിലും DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, PK നന്ദനൻ, CS മണികണ്ഠൻ, KV സുകുമാരൻ, PV സഹദേവൻ എന്നിവർ സംസാരിച്ചു. മധു അന്തിക്കാട്ട്, രഹന ബിനീഷ്, ഹേമ പ്രേമൻ, PC ജയപാലൻ, UB മണികണ്ഠൻ, ബാബു പനക്കൽ, VK വാസവൻ, മുഹമ്മദ് അലി കണ്ണിയാർക്കോട്, രാജീവ് അരയമ്പറമ്പിൽ, K വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം CT ജോസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നാലുകൂടിയ സെന്ററിൽ നടന്ന ദിനാചരണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ആന്റോ തറിയൻ,
VK പ്രദീപ്, ശിവജി കൈപ്പള്ളി, ലൂയിസ് താണിക്കൽ, ചെറിയപ്പൻ, പ്രമോദ് കണിമംഗലത്ത്, സാജൻ ഉക്രൂപ്പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണത്തിലും മണ്ഡലം പ്രസിഡന്റ് PS സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് CV വികാസ്, വൈസ് പ്രസിഡന്റ് ജോസ് താടിക്കാരൻ, CR അർമുഖൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി, ഡേവിസ് വാഴപ്പുള്ളി, VK ഷാജി, ജിതേഷ് പയ്യറ, റോഡക്സ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തലോർ പോത്തോട്ടപ്പറമ്പിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരത്തു നിന്നും പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. റോഡിന് നടുവിൽ ഉയരം കുറഞ്ഞ ഡിവൈഡർ സ്ഥാപിച്ചതാണ് അപകടങ്ങൾക്കിടയാകുന്നത്. സ്ഥിരം അപകട മേഖലയായ വളവിൽ ശരിയായ രീതിയിൽ കാണാവുന്ന തരത്തിൽ അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിലെ നൃത്തമണ്ഡപത്തിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 73ാം നാൾ ബഹുമുഖ പ്രതിഭകൾ അരങ്ങേറി. കോഴിക്കോട് സൗഷ്ഠവ സ്കൂൾ ഓഫ് ഡാൻസ് ഗുരു വിനീത് കുമാർ മാസ്റ്ററുടെ ശിഷ്യകളായ ഡോക്ടർ പ്രീത, അഡ്വക്കേറ്റ് രചന സജിത്, ദേവി സന്ദീപ്, ദ്യുതി സന്ദീപ്, സമന്തിക കൃഷ്ണ എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യാഞ്ജലി ശ്രദ്ധേയമായി. തുടർന്ന് ശ്രീഭദ്ര നൃത്ത കലാക്ഷേത്ര കുണ്ടൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഗുരു സുമംഗല രാഹുലിന്റെ ശിഷ്യരുടെയും നൃത്യങ്ങളും തൃപ്പൂണിത്തുറ ലക്ഷ്മി പ്രിയയുടെ ഭരതനാട്യവും അവതരിപ്പിച്ചു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. ചാലക്കുടി പഴയ ദേശീയപാതയിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. കനകമല സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ 46 വയസ്സുള്ള ബിജു ജേക്കബാണ് മരിച്ചത്. രാവിലെ 10:30യോടെയായിരുന്നു അപകടം നടന്നയുടനെ നാട്ടുകാർ ചേർന്ന് ബിജുവിനെ ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6830 രൂപ, പവന് 54,640 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പാലക്കൽ ഭാഗത്തെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരത്തിനായി വ്യാഴാഴ്ച മുതൽ പാലക്കൽ ഭാഗത്തെ ബസ് സ്റ്റോപ്പുകൾക്ക് മാറ്റം. ഊരകം കൊറ്റംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തി നിർഭരമായി. തലോർ പോത്തോട്ടപ്പറമ്പിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട KSRTC സ്വിഫ്റ്റ് ബസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.